നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഒരു സംസ്ഥാനമായി പിറവിയെടുത്ത ആ ചരിത്ര ദിനം 1956 നവംബർ 1. ഇന്നേക്ക് 69 വർഷം തികയുന്നു. ഒരു കാലത്ത് 3 വ്യത്യസ്ത ഭരണപ്രദേശങ്ങളായി ചിതറിക്കിടന്ന മലയാളം സംസാരിക്കുന്ന ജനതയുടെ ഒരുമിക്കാനുള്ള സ്വപ്നമായിരുന്നു അത്. ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം എന്ന ആവശ്യം ശക്തമായി. ഐക്യ കേരള പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ ആവേശം നിറച്ചു. നിരവധി പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവനന്തപുരത്തെ തലസ്ഥാനമാക്കി ഒരു പുതിയ ചരിത്രത്തിന് തുടക്കമായി. പിറന്നു വീണ ശേഷം വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നീതി എന്നിവയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയായി. സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങളുമായി നാം മുന്നോട്ട് നീങ്ങുന്നു. ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മുടെ കേരളം മാത്രമല്ല ഈ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയും ഹരിയാനയും കൂടിയാണ്. 1966 നവംബർ 1 ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഫെഡറൽ ഗാലക്സിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഹരിയാന ഒരു പ്രത്യേക സംസ്ഥാനമായി ഉയർന്നു വന്ന ദിവസം, ഹരിയാന ദിനം. അവിടുത്തെ ജനങ്ങൾക്ക് സംസ്ഥാനത്തെ ഒരു പ്രാദേശിക അവധി ദിവസം കൂടിയാണിത്. അതുപോലെ തന്നെ 1956 കർണാടകയുടെ ഔദ്യോഗിക സംസ്ഥാന രൂപീകരണത്തിൻ്റെ സ്മരണയ്ക്കായി കർണാടക സംസ്ഥാന ദിനം, അല്ലെങ്കിൽ NRI കമ്മ്യൂണിറ്റിയുമായുള്ള കന്നഡ ദിനം എന്നും അറിയപ്പെടുന്ന കർണാടക രാജ്യോത്സവം അഥവാ കന്നഡ രാജ്യോത്സവം വർഷം തോറും കർണാടകയിൽ നവംബർ 1 എന്ന ദിനം ആഘോഷിക്കുന്ന ഒരു പൊതു അവധിയാണിത്. ഇന്ത്യയുടെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് 1956 നവംബർ 1 എല്ലാ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളും ഒരു ഭരണകൂടത്തിന് കീഴിൽ കൊണ്ടുവന്ന ചരിത്രപരമായ അവസരമാണിത്. കേരളപ്പിറവി ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അങ്ങനെ ഐക്യത്തിൻ്റെയും പുരോഗതിയുടെയും ഐശ്വര്യമായ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഈ യാത്ര ഇനിയും തുടരട്ടെ. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. സ്റ്റേ ട്യൂൺഡ് വിത്ത് ട്രീ ഷെയ്ഡ്